കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 590. സൂറത്തുൻ നഹൽ ആയത്തുകൾ 1 മുതൽ 17 വരെ, പേജ് നമ്പർ 924. സൂറത്തുൻ നഹൽ വചനങ്ങൾ 128. 16 നഹൽ തേനീച്ച, മക്കയിൽ അവതരിച്ചത്. തേനീച്ചയെക്കുറിച്ച് 68-ാം സൂക്തത്തിൽ പരാമർശിക്കുന്നുണ്ട്. നഹൽ അതായത് തേനീച്ച. മനുഷ്യർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിച്ചതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ അധ്യായം സൂറത്തുൻ നിഅം എന്നും ഇതിന് പേരുണ്ട്. ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാ അംറുല്ലാഹി ഫലാ തസ്തഅ്ജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون. خلق السماوات والأرض بالحق تعالى عما يشركون. خلق الإنسان من نطفة فإذا هو خصيم مبين. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون. ولكم فيها جمال حين تريحون وحين تسرحون. وتحملوا أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تصيمون. ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. وما ذرأ لكم في الأرض مختلفا ألوانه إن في ذلك لآية لقوم يذكرون. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلق مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون. وعلامات وبالنجم هم يهتدون.
أفمن يخلق كمن لا يخلق أفلا تذكرون. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 591. സൂറത്തുൻ നഹൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ. സൂറത്തുൻ നഹൽ ആയത്ത് 1. അതാ അംറുല്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. ഫലാ തസ്തഅജിലൂഹ്, എന്നാൽ അത് നിങ്ങൾ ധൃതി കൂട്ടി ആവശ്യപ്പെടരുത്. കാഫിറുകളെ ശിക്ഷിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കുന്ന സമയം വന്നു കഴിഞ്ഞു. അവൻ നിശ്ചയിച്ച സമയത്ത് കാര്യങ്ങൾ സംഭവിക്കും. മുശ്രിക്കുകൾ കളിതമാശയായിട്ടും പരിഹാസമായിട്ടും അങ്ങനെ ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നു. അത് വേണ്ട, അത് നന്നല്ല എന്ന് ഉണർത്തുകയാണ്. സുബ്ഹാനഹു, അവൻ്റെ പരിശുദ്ധി ഞാൻ പ്രഖ്യാപിക്കുന്നു. വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ ഉന്നതനായിരിക്കുന്നു. അവർ പങ്കുചേർക്കുന്ന ദൈവങ്ങൾ യാതൊരു കഴിവുമില്ലാത്തവരാണ്. ആത്മരക്ഷയ്ക്ക് പോലും കഴിവില്ല. അള്ളാഹുവിൻ്റെ രക്ഷയിൽ മാത്രമേ അവർക്ക് നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ആയത്ത് 2. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു തൻ്റെ അടിയാറുകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ കൽപ്പനയാൽ റൂഹിനെയും കൊണ്ട് മലക്കുകളെ ഇറക്കുന്നതാകുന്നു. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞത് വഹയിനെ സംബന്ധിച്ചാണ്. പ്രവാചകന്മാർക്ക് റബ്ബ് നൽകുന്ന ദിവ്യബോധനം നിർജീവമായി കിടക്കുന്ന സമൂഹത്തെയും മരവിച്ചു പോയ ഹൃദയത്തെയും അള്ളാഹുവിൻ്റെ വഹി സജീവമാക്കുന്നു. വഹി മൂലം ഹൃദയങ്ങൾക്ക് ലഭിക്കുന്ന ജീവൻ നാം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. സമുദായത്തിന് ലഭിക്കുന്ന ചൈതന്യം പ്രവാചകൻ വരുന്നതിന് മുമ്പ് അറബികളുടെ അവസ്ഥയും പിന്നീട് അവരിലുണ്ടായ മാറ്റവും മുഖേന ലോകം കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് വഹയിനെപ്പറ്റി റൂഹ് എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. അള്ളാഹു മലക്കുകൾ മുഖേന വഹയി നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അത് നൽകൽ. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ന്യായവും അലംഘനീയമായ ഒരു വ്യവസ്ഥയുമുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് അള്ളാഹു പ്രവർത്തിക്കും. തനിക്കത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയില്ല. എന്നാൽ ഇത് സംബന്ധമായ ഒരു അനിസ്ലാമിക വാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വവും വഹയും ലഭിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ച് ഏകാന്ത ജീവിതം നയിച്ചു. ധ്യാനനിരതനായി പട്ടിണി കിടന്ന് ത്യാഗം ചെയ്തെന്നും അങ്ങനെ താൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു പൊന്തി എന്നുമാണ് ആ വാദം. ഖുർആനും ഹദീസും വ്യക്തമായി തെളിയിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. പേജ് നമ്പർ 925. അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, എന്തെന്നാൽ ഞാനല്ലാതെ ആരാധ്യനേയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിക്കുവീൻ എന്ന് നിങ്ങൾ താക്കീത് ചെയ്യുവീൻ. അള്ളാഹു മലക്കുകൾ മുഖേന പ്രവാചകന്മാർക്ക് നൽകിയ വഹയ് മുഖ്യമായി ഇതാണ്: ആരാധിക്കപ്പെടുവാൻ അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിക്കണം. അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും ആരാധിക്കൽ അള്ളാഹുവിനോടുള്ള കടുത്ത നന്ദികേടാണ്. അവരോട് അള്ളാഹുവിൻ്റെ കോപം അതികഠിനമാണ്. ശിക്ഷ ഭയങ്കരവും ശാശ്വതവുമാണ്. അതുകൊണ്ട് ശരിക്ക് സൂക്ഷ്മതയോടെ ജീവിക്കുക. ആയത്ത് 3. ആകാശങ്ങളെയും ഭൂമിയെയും യുക്തിപൂർവം അവൻ സൃഷ്ടിച്ചു. തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ അത്യുന്നതനായിരിക്കുന്നു. അവർ പങ്കുചേർക്കുന്ന ഇലാഹുകളൊന്നും ആ സ്ഥാനത്തിന് അർഹരല്ല. അവർ ഒക്കെയും സൃഷ്ടികളാണ്, സ്വന്തത്തെ രക്ഷിക്കാൻ കഴിയാത്തവരാണ്. അള്ളാഹു ആകട്ടെ എല്ലാവരുടെയും സൃഷ്ടാവാണ്, എല്ലാ കഴിവും തികഞ്ഞവനാണ്. ആയത്ത് 4. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. ഫഇദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ടിപ്പോഴിതാ അവൻ വ്യക്തമായ എതിർവാദിയായിരിക്കുന്നു. എത്ര വലിയ കഴിവുകൾ ഉള്ള മഹാനും അതിനിസ്സാരമായ ബീജത്തിൽ നിന്നാണ് ജന്മം കൊള്ളുന്നത്. പടച്ചവനെതിരിൽ അവൻ വാദിക്കുന്നു. രണ്ടാമതും അവനെ സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ അവൻ തർക്കിക്കുന്നു. നമ്മൾ മരിച്ച് മണ്ണായി എല്ലുകളൊക്കെ നരുമ്പിച്ചു പോയാൽ പിന്നെ രണ്ടാമത് ജീവിപ്പിക്കാൻ ആർക്ക് കഴിയും എന്ന് അവൻ ധിക്കാരത്തോടെ ചോദിക്കുന്നു. അതിനിസ്സാരമായ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ച് ഈ രൂപത്തിലാക്കിയ മനുഷ്യനെ രണ്ടാമതൊന്നുകൂടി ജീവിപ്പിക്കാൻ പ്രയാസമുണ്ടാകുമോ? ആയത്ത് 5. വൽ അൻആമ ഖലഖഹ,
കാലികളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ലക്കും ഫിഹാ ദിഫ്ഉം വമനാഫിഉ, അവയിൽ നിങ്ങൾക്ക് ചൂട് നൽകുന്ന വസ്തുവും പല ഉപകാരങ്ങളും ഉണ്ട്. വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. മുഅ്മിനൂൻ 21 കാലികളുടെ മാംസവും പാലും അനുവദിച്ചതിനെപ്പറ്റി വ്യക്തമാക്കുന്നുണ്ട്. അവയുടെ രോമം കൊണ്ട് വസ്ത്രമുണ്ടാക്കി തണുപ്പ് കാലങ്ങളിൽ ഉപയോഗിക്കാം, എന്നാൽ ചൂട് കിട്ടും. ഈ കമ്പിളി വസ്ത്രം കൂടാതെ പല രാജ്യങ്ങളിലും ജീവിക്കാൻ കഴിയുകയില്ല. അതിനു പുറമെ ചെരുപ്പുണ്ടാക്കുവാനും വെള്ളപ്പാത്രമുണ്ടാക്കുവാനും മറ്റ് പലതിനും മുമ്പ് കാലത്ത് തോൽ ഉപയോഗിച്ചിരുന്നു. പേജ് നമ്പർ 926. ഇന്നും ഒട്ടനവധി ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. മൃഗങ്ങളുടെ തോൽ കൊണ്ടും കൊമ്പ് കൊണ്ടും എല്ലുകൊണ്ടും പല ഉപയോഗങ്ങളുമുണ്ട്. മലമൂത്രങ്ങൾ വളമായി ഉപയോഗിക്കാം. ചില മൃഗങ്ങളെ നിലം പൂട്ടാനും വെള്ളം തേവാനും ഉപയോഗിക്കും. അതിനു പുറമെ അവയുടെ പാലും നെയ്യും വിശിഷ്ട ആഹാരങ്ങളാണ്. തൈരും മോരും കൂടിയായാൽ സദ്യ വിഭവസമൃദ്ധമായി. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നവരോട് നന്ദികേട് കാണിക്കൽ എത്ര മോശം. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ. നിങ്ങൾ തിന്നുകയും ദരിദ്രരെ തീറ്റുകയും ചെയ്യുക എന്ന് ഹജ്ജ് 28 പറയുന്നുണ്ട്. മത്സ്യവും മാംസവും ഒന്നും തിന്നുന്നത് ശരിയല്ലെന്ന് പറയുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നവരുണ്ട്. പ്രകൃതി ജീവനം അങ്ങനെയാണെന്നവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. പാൽ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ളതാണെന്നും മനുഷ്യന് ഉപയോഗിക്കാനുള്ളതല്ലെന്നും വാദമുണ്ട് ചിലർക്ക്. ഏതായാലും ഈ വാദങ്ങളൊന്നും ഖുർആൻ അംഗീകരിക്കുന്നില്ല. കുഞ്ഞിനാവശ്യമുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മനുഷ്യന് ഉപയോഗപ്പെടുത്താം. കാലികളെ മനുഷ്യന് ഉപയോഗിക്കാം, ഭക്ഷിക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മനുഷ്യൻ്റെ പല്ലുകളും ദഹന വ്യവസ്ഥയുമെല്ലാം സസ്യാഹാരവും മാംസാഹാരവും ഭക്ഷിക്കുവാനും ദഹിക്കാനും പറ്റിയ രൂപത്തിലാണ് പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണെന്ന് ബഖറ 29 പ്രസ്താവിക്കുന്നതും ശ്രദ്ധേയമാണ്. മനുഷ്യരിൽ ഭൂരിപക്ഷവും മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണ്. അമിതമാകരുത് എന്ന സുപ്രധാന കൽപ്പന ഭക്ഷണ കാര്യത്തിലും ഗൗരവത്തോടെ പാലിക്കപ്പെടണം. നിഷിദ്ധമാക്കപ്പെട്ടവ ഒഴിവാക്കുകയും വേണം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 592. സൂറത്തുൻ നഹൽ ആയത്ത് 6, പേജ് നമ്പർ 926 തുടരുന്നു. വലക്കും ഫിഹാ ജമാലുൻ ഹീന തുരിഹൂന വഹീന തസ്റഹൂൻ, വൈകുന്നേരം ആലയിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോഴും മേയാൻ വിടുമ്പോഴും നിങ്ങൾക്കവയിൽ കൗതുകമുണ്ട്. ആ വരവും മേയാനുള്ള പോക്കും നിങ്ങൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. കാലികളെ കൊണ്ടുള്ള ഉപയോഗം പറഞ്ഞത് ശ്രദ്ധിക്കുക. വസ്ത്രവും മറ്റുമുണ്ടാക്കൽ, ഭാരം കയറ്റൽ, മാംസം, പാൽ ഇവ കൊണ്ടുള്ള ഉപയോഗം പിന്നീട് പറഞ്ഞത് അത്ര വലിയ കൂട്ടമായി പോകുമ്പോഴുള്ള നയനാനന്ദകരമായ കാഴ്ചയെ പറ്റിയാണ്. ഇതിത്ര പറയാനുണ്ടോ എന്ന് സംശയിക്കാം. സ്വന്തം ആവശ്യത്തിന് മാത്രമാണെങ്കിൽ 2-3 എണ്ണം മതിയാകും. എന്നാൽ കുറേ അധികം വളർത്തുന്നത് സ്വന്തം ഉപയോഗത്തിനല്ലെന്ന് തീർച്ച. അധികം എണ്ണം കണ്ട് ആനന്ദിക്കലും അത് ആസ്വദിക്കലും മനുഷ്യർക്ക് ഉദ്ദേശ്യങ്ങൾ തന്നെ. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നതും ഇങ്ങനെ തന്നെ. തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ളതിൽ കവിഞ്ഞ് എത്രയോ ഇരട്ടി സമ്പാദിച്ചുണ്ടാക്കുന്നു. ഈ ആധിക്യം കണ്ടാനന്ദിക്കൽ ചിലർക്ക് ഒരു ഹരം തന്നെയാണ്. പല ആഫ്രിക്കൻ നാടുകളിലും മറ്റും ഇന്നും സമ്പത്തിൻ്റെ ഒരു മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത് കാലി സമ്പത്താണ്. ആയത്ത് 7. വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശഖ്ൽ അൻഫുസ്, സ്വയം ക്ലേശിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത നാട്ടിലേക്ക് നിങ്ങളുടെ ഭാരങ്ങളെ അവ ചുമക്കുകയും ചെയ്യുന്നു. വാഹനങ്ങൾ സഞ്ചരിക്കാത്ത പ്രദേശങ്ങളിൽ ഇപ്പോഴും ആശയം കന്നുകാലി മൃഗങ്ങൾ തന്നെ. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് വളരെ വാത്സല്യമുള്ളവനും വളരെ കാരുണ്യമുള്ളവനുമാകുന്നു. ആയത്ത് 8. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ, കുതിരകൾ, കോവർ കഴുതകൾ എന്നിവയെയും. പേജ് നമ്പർ 927. ലിത്തർക്കബൂഹാ വസീനതൻ, അവയെ നിങ്ങൾ വാഹനമായി ഉപയോഗിക്കാൻ വേണ്ടിയും അലങ്കാരമായി. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലാത്തതും അവൻ സൃഷ്ടിക്കുന്നു. സഞ്ചാരത്തിനും ഭാരം വഹിക്കാനും മലമ്പ്രദേശങ്ങളിലും പരിഷ്കാരമെത്താത്തിടങ്ങളിലും കുതിരയും കഴുതയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പരിഷ്കൃത നാടുകളിൽ കുതിരകളെ സൈന്യത്തിലും അലങ്കാരത്തിനുമൊക്കെ ഒരുക്കി നിർത്തുന്നു. മനുഷ്യർക്ക് വാഹനവും ലോകർക്ക് അലങ്കാരവുമായിട്ടുള്ള പലതും അള്ളാഹു സൃഷ്ടിക്കും. മോട്ടോർ വാഹനങ്ങൾ പിന്നീടുണ്ടായി. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറിയപ്പെടാത്ത ബസ്, തീവണ്ടി, ആവിക്കപ്പൽ, വിമാനം മുതലായ പലതും. ഇനി എന്തൊക്കെയുണ്ടാകാൻ പോകുന്നതാണാവും.
ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നതാവും അതൊക്കെ ആയത്തിലെ സൂചനയിൽ പെടുന്നു. ആയത്ത് 9, വഅലല്ലാഹി ഖസ്ദുസ്സബീലി, ചൊവ്വായ വഴി കാണിച്ചു തരിക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യത തന്നെയാകുന്നു. ചൊവ്വായ വഴി ഏതാണെന്ന് തീർച്ചപ്പെടുത്തുക, അതിൻ്റെ വിവരം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക, അത് കൈക്കൊള്ളുവാൻ അനുഗ്രഹിക്കുക, ഇതൊക്കെ അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളാകുന്നു. സന്മാർഗം ലഭിക്കാനും അത് സ്വീകരിക്കാനും മനുഷ്യന് താല്പര്യമുണ്ടാകുമ്പോൾ അള്ളാഹു അതിലേക്ക് അവനെ നയിക്കും. വമിൻഹാ ജാഇർ, അവയിൽ അതായത് വഴികളിൽ പിഴച്ച വഴിയും ഉണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ശരിയായി അന്വേഷിച്ചറിയലും നല്ലത് തിരഞ്ഞെടുക്കലും നിങ്ങളുടെ കടമയാണ്. വഴി മാറിപ്പോകുന്നവരെ അള്ളാഹു തടയുകയില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. വലൗ ശാഅ ലഹദാക്കും അജ്മഈൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അവൻ നേർവഴിയിലാക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും നേർവഴി സ്വീകരിച്ചവരാകുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ആയത്ത് 10, ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കിയവനാകുന്നു അവൻ. ലക്കും മിൻഹു ശറാബുൻ, നിങ്ങളുടെ കുടിനീർ അതിൽ നിന്നാണ്. ജീവികളുടെ ജീവന്റെ ആധാരമാണ് ജലം. ജലമെന്ന മഹാ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയാണ്. കന്നുകാലികൾക്ക് ആവശ്യമുള്ളവയും നിങ്ങൾക്ക് ആവശ്യമുള്ള കായ്ക്കനികളും ഫലവർഗ്ഗങ്ങളുമെല്ലാം അതിൽ നിന്നുണ്ടാകുന്നു. വമിൻഹു ശജറുൻ, അതുമൂലം ചെടികളുണ്ടാകുന്നു. ഫീഹി തുസീമൂൻ, അതിൽ നിങ്ങൾ കന്നുകാലികളെ മേയ്ക്കുന്നു. പേജ് നമ്പർ 928. ആയത്ത് 11, യുംബിതു ലക്കും ബിഹി സ്സർഅ വസ്സൈതൂന, നിങ്ങൾക്ക് ആ വെള്ളം മുഖേന അവൻ മുളപ്പിച്ചു തരുന്നു വിളകളും ഒലീവും. വന്നഖീല വൽ അഅനാബ, ഈത്തപ്പനയും മുന്തിരികളും. വമിൻ കുല്ലി സമറാത്ത്, എല്ലാവിധ പഴവർഗ്ഗങ്ങളിൽ നിന്നും. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ, നിശ്ചയമായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. ആയത്ത് 12, വസഖറ ലക്കുമുൽ ലൈല വന്നഹറ, നിങ്ങൾക്ക് വേണ്ടി രാവിലെയും പകലിനെയും അവൻ വിധേയമാക്കി തന്നു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കത്തക്കവണ്ണം രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ ഇവയെല്ലാം അള്ളാഹു നിയന്ത്രിച്ചിരിക്കുന്നു. അതിൻ്റെ ഗുണം നിങ്ങൾ നിത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്ന് ചിലർ ഇവിടെ അർത്ഥം പറയാറുണ്ട്. അത് ശരിയല്ല. നമ്മളുടെ നിയന്ത്രണത്തിൽ ഇതൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ അർത്ഥം വസ്തുതക്കെതിരാണ്. യാതൊരു കഴമ്പുമില്ലാത്ത ദുരഭിമാനമാണത്. വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഖിലൂൻ, നിശ്ചയം ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകൽ ഇവയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്ന് ആയത്ത് വ്യക്തമാക്കുമ്പോൾ നക്ഷത്രങ്ങൾ അവൻ്റെ കൽപ്പനയാൽ വിധേയമാക്കപ്പെട്ടവയാണ് എന്നാണ് പറയുന്നത്. രണ്ട് വിഷയം പറയുന്നിടത്തും വാക്യഘടനയും ശൈലിയും വ്യത്യസ്തമാണ്. നക്ഷത്രങ്ങളെപ്പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് നമുക്കറിഞ്ഞുകൂടാ. സൂര്യപ്രകാശം കൊണ്ടുന്ന സകലമാന ജീവികൾക്കും സസ്യജാലങ്ങൾക്കുമുള്ള ഉപയോഗം കുറേയൊക്കെ നമുക്കറിയാം. സൗരോർജ്ജം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉപകാരങ്ങൾ സൂര്യനെ കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഉണ്ട് എന്നും മനുഷ്യൻ അറിയാനിരിക്കുന്നതേയുള്ളൂ. രാവ്, ഇരുട്ട് ഇവയുടെ ഉപയോഗത്തെക്കുറിച്ചും അങ്ങനെ തന്നെ എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അതായത് ഇവിടെ സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഇതൊക്കെ മനുഷ്യന് വിധേയമാക്കപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കീഴ്പ്പെടുത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആശയം അത്ര ഉണ്ടാവുള്ളൂ. അതിൽ നിന്നുള്ള ഉപയോഗം നമുക്ക് മനുഷ്യന് ഉണ്ട് എന്നതാണ്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതും ആയിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും നമ്മളത് അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ട് പോലും സൂര്യനിൽ നിന്നുള്ള ഉപയോഗമുണ്ട്, ഉപദ്രവമുണ്ട്. അതിൻ്റെ ഉപദ്രവമൊക്കെ പിന്നീടാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഇനിയും ചിലപ്പോൾ നമുക്കറിയാത്ത പല ഉപയോഗങ്ങളും ഉണ്ടാകാം. അതേപോലെ ഇന്നേ വരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത മാർഗങ്ങളിൽ ഒരുപക്ഷെ ഭാവിയിൽ ഇതിനെ പലതും ഉപയോഗിക്കപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. ആയത്ത് 13, വമാ റഅ ലക്കും ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ പടച്ചുണ്ടാക്കിയതിനെയും
മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത വർണ്ണങ്ങളായി. പേജ് നമ്പർ 929. ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചതിനെ അവൻ വിധേയമാക്കി തന്നിരിക്കുന്നു. മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച വ്യത്യസ്ത വിഭാഗങ്ങളെ അവയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കുപകരിക്കുമാർ അള്ളാഹു തന്നെ അവയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം. നിശ്ചയമായും ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. വർണ്ണം എന്നത് തന്നെ അത്ഭുതകരമായൊരു വസ്തുതയത്രേ. എന്തെല്ലാം വർണ്ണങ്ങളുണ്ട്! പൂവുകളിലും പഴങ്ങളിലും കായകളിലും വർണ്ണങ്ങളുടെ വൈവിധ്യം എത്ര! വസ്തുക്കളെ അസ്വാധ്യകരവും ആകർഷണീയവുമാക്കുന്ന വർണ്ണങ്ങൾ പലതിനും വ്യതിരിക്തത നൽകുന്നു. ആയത്ത് 14. വഹുവല്ലദീ സഖറൽ ബഹ്റ, സമുദ്രത്തെ വിധേയമാക്കി തന്നത് അവനാകുന്നു. ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യാ, അതിൽ നിന്ന് പുതുമാംസം നിങ്ങൾ തിന്നാൻ തക്കവണ്ണം. വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസുനഹ, നിങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ നിങ്ങൾക്കതിൽ നിന്ന് പുറത്തെടുക്കാൻ തക്കവണ്ണവും. ബഹ്ർ എന്നാൽ ധാരാളമായി വെള്ളം കെട്ടി നിൽക്കുന്ന ജലാശയം. ഉപ്പുവെള്ളമായാലും അല്ലെങ്കിലും ബഹ്ർ എന്ന് പറയും. അതിൽ നിന്ന് നിങ്ങൾക്ക് മീൻ പിടിച്ചു തിന്നാം. മനുഷ്യരുടെ ഭക്ഷണത്തിൻ്റെ കാര്യമായൊരു അംശം മത്സ്യങ്ങളാണ്. ധാരാളം പോഷക വസ്തുക്കൾ മീനിൽ അടങ്ങിയിരിക്കുന്നു. മത്സ്യസമ്പത്തും മത്സ്യങ്ങളുടെ വൈവിധ്യവും ആശ്ചര്യകരമത്രേ. മുത്ത്, പവിഴം പോലെയുള്ള അലങ്കാര വസ്തുക്കൾ കടലിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഈ നിലയിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. കപ്പലുകൾ അതിൽ വെള്ളം കീറിക്കടക്കുന്നതായി നിനക്ക് കാണാം. ഒരു ഇരുമ്പ് കഷ്ണം വെള്ളത്തിലിട്ടാൽ അത് താഴ്ന്നു പോകും. എന്നാൽ ഭീമാകാരങ്ങളായ കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കൂടുതൽ ഭാരമേറിയ ചരക്കുകൾ ഉദ്ദേശിക്കുന്നിടത്തെത്തിക്കാൻ കടൽ മാർഗമുള്ള സഞ്ചാരമാണ് ഏറെ ലാഭകരവും സൗകര്യപ്രദവും. എല്ലാ വൻകരകളിലേക്കും സമുദ്രസഞ്ചാരം സൗകര്യപ്രദമാണ്. യഥാർത്ഥത്തിൽ ഒറ്റ സമുദ്രമേ ഭൂമിയുള്ളൂ. ആ മഹാസമുദ്രത്തിൽ അവിടെവിടെയായി പൊങ്ങിക്കിടക്കുന്ന തുരുത്തുകളാണ് വൻകരകൾ. ഭൂമിയുടെ ഉപരിതലത്തിൽ 3/4 ഭാഗവും വെള്ളമാണ്. ഭൂമിയുടെ 29% മാത്രമേ കരയായി പൊങ്ങിക്കിടക്കുന്നുള്ളൂ. ശരാശരി 2 നാഴിക ആഴമുള്ള ജലം കൊണ്ട് ഭൗമോപരിതലത്തിൻ്റെ 3/4 ഭാഗം മൂടിക്കിടക്കുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുന്നതിനു വേണ്ടിയും വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും. ആയത്ത് 15. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിയാടുമെന്നതിനാൽ ഉറച്ച പർവ്വതങ്ങളെ ഭൂമിയിൽ അവൻ സ്ഥാപിച്ചു. പേജ് നമ്പർ 930. നിങ്ങൾ ശരിയായ വഴി കാണുന്നതിന് വേണ്ടി നദികളും പാതകളും. ഭൂമിയുടെ സന്തുലനം നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലം ദൃഢമായ ഏതാനും പ്ലേറ്റുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. പ്ലേറ്റുകളുടെ നീക്കം ഭൂനിവാസികൾക്ക് അനുഭവപ്പെടാതെയാക്കുന്നതും ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതും ആണികളെന്ന പോലെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നതും പർവ്വതങ്ങളാണ്. നദികൾ ഇല്ലാത്ത ഭൂമിയെ ഒന്നാലോചിച്ചു നോക്കൂ. ആയത്ത് 16. വഅലാമാത്തിൻ, അടയാളങ്ങളും. വബിന്നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ മുഖേനയും അവർ വഴി മനസ്സിലാക്കുന്നു. താഴ്വരയും പാറയും കുന്നും മലയും നദിയും അരുവിയുമായി ഓരോ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വഴി അടയാളങ്ങൾ റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമായി ഇവിടെ എടുത്തു പറയുന്നു. തിരിച്ചറിയാനും ഓർമ്മയിൽ നിൽക്കാനും വീണ്ടും പോകാനുമൊക്കെ അടയാളങ്ങൾ സഹായകമാണ്. മരുഭൂമിയിലും കടലിലും സഞ്ചാരികൾക്ക് പുരാതന കാലം തൊട്ടേ നക്ഷത്രങ്ങൾ വഴി കാണിക്കുന്നു. നാവികർ ഇത്തരം നക്ഷത്രങ്ങളെ നോട്ടിക്കൽ സ്റ്റാർസ് എന്ന് പറയുന്നു. ധ്രുവ നക്ഷത്രം അവയിൽ പെടുന്നു. ആയത്ത് 17. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു, അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാകുമോ? അഫലാ തദക്കറൂൻ, അതിനാൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം എത്ര തെളിഞ്ഞതാണ്. എന്നിട്ട് എന്താണ് കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? വിഗ്രഹങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുണ്ടാക്കിയതല്ലേ? ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ടല്ലേ നിങ്ങൾ അതുണ്ടാക്കുന്നത്? നിങ്ങളാണ് അവ കൊണ്ടു നടക്കുന്നതും നിലനിർത്തുന്നതും. അവയെ ആരാധിക്കാൻ നിങ്ങൾക്ക് എന്തൊരു ന്യായമാണുള്ളത്? മനുഷ്യർ ആരാധനകൾ അർപ്പിക്കുന്ന അനേകം ദൈവങ്ങളുണ്ടല്ലോ. എല്ലാം സൃഷ്ടിച്ചത് താനാണ് എന്ന് ഏത് ദൈവമാണ് അവകാശപ്പെടുന്നത്? ആയിരക്കണക്കിന് വ്യാജ ദൈവങ്ങളുണ്ടെങ്കിലും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് താനാണെന്ന് ഒരുത്തനും അവകാശപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.